ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി. വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് വിപ്ലവങ്ങൾ അഥവാ റെവല്യൂഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനന്തര ഫലങ്ങൾ വിപ്ലവങ്ങളിലൂടെ ഓരോ രാജ്യത്തിനും ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ നടന്നൊരു വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ചൈനീസ് വിപ്ലവത്തെ പറ്റിയിട്ടാണ്. ഒരു കഥ പോലെ നമുക്ക് ചൈനീസ് വിപ്ലവം പഠിച്ചു വെക്കാം. ഒരിക്കലും മറക്കാത്ത രീതിയിൽ ചൈനീസ് വിപ്ലവത്തെ നമുക്ക് പഠിക്കാം. ചൈനീസ് വിപ്ലവത്തിലേക്ക് പോയാലോ? ഈ ചൈനീസ് വിപ്ലവം പറയുന്നതിന് മുൻപ് ചൈനയിൽ ചില വിപ്ലവങ്ങൾ മുന്നേ നടന്നിട്ടുണ്ട്. പക്ഷെ ചൈന ഒരു രാജ്യത്തിന്റെയും കോളനി ആയിരുന്നില്ല. ചൈന എന്ന് പറയുന്നത് ഇപ്പം ബ്രിട്ടന്റെ കോളനി ആയിരുന്നില്ല, പിന്നെ അതുപോലെ അമേരിക്കയുടെ കോളനി ആയിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു യൂറോപ്യൻ ശക്തിയുടെയും കോളനി ആയിരുന്നില്ല ചൈന എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യയുടെയൊക്കെ അവസ്ഥ മറ്റൊന്നായിരുന്നു. പക്ഷെ ചൈന ഒരു രാജ്യത്തിന്റെയും കോളനി ആയിരുന്നില്ല. പക്ഷേ ചൈനയിൽ ആ സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ വിപ്ലവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്, ചൈനീസ് വിപ്ലവം പറയുന്നതിന് മുൻപേ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് കറുപ്പ് യുദ്ധങ്ങളാണ്. ഒന്നാം കറുപ്പ് യുദ്ധം, രണ്ടാം കറുപ്പ് യുദ്ധം എന്ന് പറയുന്ന പേരിൽ നടന്ന കറുപ്പ് യുദ്ധം എന്താണെന്നാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കറുപ്പ് യുദ്ധം എന്ന് പറയുമ്പോൾ ചൈന ഭരിച്ചിരുന്ന രാജവംശമുണ്ട്. അപ്പൊ ചൈന ഭരിച്ചിരുന്ന രാജവംശത്തെ അറിയപ്പെടുന്നത് മഞ്ചു രാജവംശം എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ക്യുങ് ഡൈനാസ്റ്റി എന്നാണ് ഈ പറയുന്ന ചൈന ഭരിച്ചിരുന്ന രാജവംശത്തെ അറിയപ്പെടുന്നത്. മഞ്ചു രാജവംശം അഥവാ ക്യുങ് ഡൈനാസ്റ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 1644 മുതൽ അങ്ങോട്ട് 1900 കഴിയുന്നത് വരെയും ഈ പറയുന്ന മഞ്ചു രാജവംശം അഥവാ ക്യുങ് ഡൈനാസ്റ്റി ആയിരുന്നു ചൈന ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ ചൈന ഭരിച്ചിരുന്ന സമയത്ത് ഒരുപാട് യൂറോപ്യൻ ശക്തികൾ ചൈനയുമായിട്ട് വ്യാപാര ബന്ധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ചൈനയിലെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള തേയില, പട്ട്, അതുപോലെ തന്നെ മൺപാത്രങ്ങൾ എന്നിവ യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി നേടിയ വസ്തുക്കളാണ്. അപ്പൊ ചൈന ഉൽപ്പാദിപ്പിക്കുന്ന പട്ടാണെങ്കിലും ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൺപാത്രങ്ങളാണെങ്കിലും തേയിലയാണെങ്കിലും ഒക്കെ വൻതോതിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യത്തിലുള്ളവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈന പതുക്കെ പതുക്കെ വൻതോതിൽ ഈ പറയുന്ന കയറ്റുമതിയിലൂടെ ലാഭം നേടാനായിട്ട് തുടങ്ങി. പക്ഷേ എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതികൾ ഒന്നും തന്നെ അത്ര കണ്ട് ഇല്ലായിരുന്നു. ബാക്കിയുള്ള യൂറോപ്യൻ ശക്തികൾ ചൈനയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വലിയ തോതിൽ ഇറക്കുമതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചൈനയ്ക്ക് കയറ്റുമതിയിലൂടെ വൻതോതിൽ ലാഭം ലഭിച്ചിരുന്നുവെങ്കിലും ഈ പറയുന്ന യൂറോപ്യൻ ശക്തികൾക്ക് ചൈനയിലേക്കുള്ള ഇറക്കുമതികളിലൂടെ വലിയ ലാഭമൊന്നും ലഭിച്ചിരുന്നില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ യൂറോപ്യൻ ശക്തികൾക്ക് ഈ വ്യാപാര ബന്ധത്തിൽ വലിയ രീതിയിലുള്ള നഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചൈനയെ സംബന്ധിച്ചിടത്തോളം നല്ല ലാഭവും ഉണ്ടായിരുന്നു, കയറ്റുമതിയുണ്ട്, ഇറക്കുമതി തീരെയില്ല. അതേസമയം യൂറോപ്യൻ ശക്തികൾക്ക് ഈ പറയുന്ന ഇറക്കുമതി മാത്രമേ ഉള്ളൂ. അപ്പം കയറ്റുമതിയില്ല, ചൈനയിലേക്കുള്ള കയറ്റുമതിയില്ല. അങ്ങനെ വന്നപ്പോൾ യൂറോപ്യൻ വ്യാപാരികൾക്ക് വൻതോതിലുള്ള നഷ്ടം ഇതുവഴി ഉണ്ടാകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് ഇംഗ്ലീഷ് വ്യാപാരികൾ, അതായത് ഇംഗ്ലണ്ടിലെ വ്യാപാരികൾ എന്ത് ചെയ്തു, ചൈനയിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഇറക്കുമതി ചെയ്യാനായിട്ട് ശ്രമിച്ചു. അത് ചൈനയുടെ അനുമതിയോടുകൂടിയല്ല, ചൈനയിലെ ഗവൺമെന്റോ അല്ലെങ്കിൽ ചൈനയിൽ അന്നുള്ള ഭരണാധികാരികളോ ഒന്നും തന്നെ അറിയാതെ അവരെ കബളിപ്പിച്ചുകൊണ്ട് ലഹരി പദാർത്ഥമായിട്ടുള്ള കറുപ്പ് എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥം ഈ പറയുന്ന ചൈനയിലേക്ക് ഇംഗ്ലണ്ടിലെ വ്യാപാരികൾ ഇറക്കുമതി ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ചൈനയുടെ അനുമതിയോടുകൂടി അല്ല ലഹരി പദാർത്ഥമായിട്ടുള്ള കറുപ്പ് ഇറക്കുമതി ചെയ്തത്. അങ്ങനെ ചൈനയിൽ ഈ പറയുന്ന കറുപ്പ് ഇറക്കുമതി ചെയ്തതോടുകൂടി ചൈനയിലെ ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറയുന്ന കറുപ്പ് വാങ്ങി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു തവണ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അതിൽ അഡിക്റ്റഡ് ആയിട്ട് സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കും. അങ്ങനെ തന്റെ വ്യാപാരത്തിൽ ലാഭം ഉണ്ടാക്കാമെന്ന് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ വ്യാപാരി അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം ചിന്തിച്ചു. അത്തരത്തില് ചൈനയിലേക്ക് കറുപ്പ് ഇറക്കുമതി ചെയ്തപ്പോൾ ഒരുപാട് ജനങ്ങൾ ഈ പറയുന്ന കറുപ്പ് വാങ്ങി ഉപയോഗിക്കുകയും അതുവഴി അവരുടെ മാനസിക നിലയെയും മൊത്തത്തിലുള്ള സാമ്പത്തിക നിലയെയും ഒക്കെ തകർക്കുന്നതിന് ഇത് കാരണമായി. അപ്പൊ ചൈനയിൽ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ഒരു തകർച്ച ഈ കറുപ്പിന്റെ ഉപയോഗം വഴി എന്ത് ചെയ്തു, സമൂഹത്തിൽ ഉണ്ടാകുന്നതിന് കാരണമായി. അപ്പൊ ഇതിനെതിരെ ഇംഗ്ലണ്ടുകാരല്ലേ ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്തത്? ഇംഗ്ലണ്ടും ചൈനയും തമ്മിൽ
വലിയ രീതിയിൽ യുദ്ധങ്ങൾ നടക്കുകയുണ്ടായി. അപ്പോൾ ഇംഗ്ലണ്ടും ചൈനയും തമ്മിൽ ഈ കറുപ്പ് ഇറക്കുമതിക്കെതിരെ നടന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധങ്ങൾ അഥവാ ഒപ്പിയം വാർസ് എന്ന് അറിയപ്പെടുന്നത്. ഒപ്പിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പെന്നാണ്, ഇംഗ്ലീഷ് പറയുന്നത് ഒപ്പിയം എന്നാണ്. അപ്പോൾ ഒപ്പിയം വാർസ് നടന്നു, കറുപ്പ് യുദ്ധങ്ങൾ നടന്നു. ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലണ്ടും ചൈനയും തമ്മിലാണ് ഈ കറുപ്പ് യുദ്ധങ്ങൾ നടന്നത്. അത് ഒന്നാം കറുപ്പ് യുദ്ധം, രണ്ടാം കറുപ്പ് യുദ്ധം എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ഏകദേശം 1839 മുതൽ 1842 വരെ ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടവും 1856 മുതൽ 1860 വരെ രണ്ടാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടവുമാണ്. വർഷം ജസ്റ്റ് ഒന്ന് അത്രയ്ക്കങ്ങ് ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 1, 2 കറുപ്പ് യുദ്ധങ്ങൾ ആരുമായിട്ടുണ്ടായി എന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. ഇംഗ്ലണ്ടും ചൈനയും തമ്മിൽ നടന്ന കറുപ്പ് ഇറക്കുമതിക്ക് എതിരെ നടന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തില് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഇത്തരത്തിൽ യുദ്ധങ്ങളെല്ലാം നടന്നു. ആ യുദ്ധം പിന്നീട് അവസാനിക്കുകയാണ് ചെയ്തത്. പിന്നീട് വീണ്ടും ചൈനയിൽ ഈ പറയുന്ന വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ മറ്റ് യൂറോപ്യൻ ശക്തികൾ നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പൊ 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോ നല്ല രീതിയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധം ചൈനയുമായിട്ട് മറ്റ് യൂറോപ്യൻ ശക്തികൾ നടത്തിയിരുന്നു. അതായത് ചൈനയിലേക്ക് ഇറക്കുമതിയും ചൈനയിൽ നിന്ന് കയറ്റുമതിയും അത്തരത്തിൽ നല്ല രീതിയിലുള്ള വാണിജ്യ ബന്ധം യൂറോപ്യൻ ശക്തികൾ നടത്തിയിരുന്നു. എന്നാൽ അമേരിക്ക ആ സമയത്ത് വൈകിയാണ് ഈ പറയുന്ന കച്ചവടത്തിലേക്ക് എത്തിയത്. അതായത് അമേരിക്ക വളരെ പതുക്കെയാണ് ഈ പറയുന്ന ചൈനയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ചൈനയിൽ എത്തുകയും ചൈനയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാനായിട്ട് അമേരിക്ക കുറച്ച് വൈകിപ്പോയി. അപ്പൊ അമേരിക്ക വൈകിയപ്പോൾ അത് മാത്രമല്ല, അമേരിക്കയ്ക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വൈകിയത് കൊണ്ട് തന്നെ ചൈനയിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, കിട്ടാനായിട്ട് പറ്റില്ല. ബാക്കിയുള്ള യൂറോപ്യൻ ശക്തികൾ അപ്പം നല്ലൊരു വ്യാപാര ബന്ധം ചൈനയുമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അമേരിക്കയ്ക്ക് അതിന് കഴിഞ്ഞില്ല. അപ്പൊ അതിനെ തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ എന്ത് ചെയ്തു, പുതിയൊരു നയം കൊണ്ടുവന്നു. എന്തിനാണ് ആ നയം കൊണ്ടുവന്നത്? ഈ പറയുന്ന ചൈനയുമായിട്ട് ഇപ്പൊ നിലവിലില്ലാത്ത വ്യാപാര ബന്ധം കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നയമാണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. അപ്പൊ തുറന്ന വാതിൽ നയം ചൈനയുമായിട്ട് വ്യാപാര ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അമേരിക്ക സ്വീകരിച്ച ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തെയാണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. അപ്പൊ ഈ തുറന്ന വാതിൽ നയം നടപ്പിലാക്കപ്പെട്ടതോടുകൂടി ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക ഉറപ്പുവരുത്തുകയാണ് ചെയ്തത്. അതിനു മുൻപേ വരെ അമേരിക്ക കുറച്ച് വൈകി പോയതുകൊണ്ട് ബാക്കി യൂറോപ്യൻ ശക്തികൾ അവകാശം സ്ഥാപിച്ചിരുന്നു. ചൈനയിലെ കമ്പോളങ്ങളിൽ കയറ്റുമതി ഇറക്കുമതി അവകാശങ്ങൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അതിൽ അമേരിക്കയ്ക്കുള്ള പങ്ക് കുറഞ്ഞു പോയി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജോൺ ഹേയുടെ നേതൃത്വത്തിൽ തുറന്ന വാതിൽ നയം നടപ്പിലാക്കുകയും പിന്നീട് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരുപാട് വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ അന്ന് ചൈനയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഇത്തരത്തിൽ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാവും, ചൈനയുമായിട്ട് വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ ശക്തികളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വാണിജ്യ താല്പര്യങ്ങൾ മുൻനിർത്തി വലിയ രീതിയിലുള്ള ബന്ധം ചൈനയുമായിട്ട് പുലർത്തിയിരുന്നു. അപ്പൊ പറഞ്ഞു വരുമ്പോൾ എല്ലാം യൂറോപ്യൻ ശക്തികളും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളും ചൈനയിൽ ഒരു ആധിപത്യം അല്ലെങ്കിൽ ചൈനയുടെ മേലൊരു കുത്തക ഉറപ്പിച്ചു. പക്ഷെ ചൈന ആരുടെയും പിടിയിലല്ല, മറിച്ച് ചൈന ആരുടെയും കോളനി ആയിട്ട് ഇരുന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങൾ വ്യാപാര ബന്ധത്തിൽ ഒരു കുത്തക, സാധാരണക്കാരെക്കാളും കൂടുതൽ ഇടപെടലുകൾ ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾ ചൈനയിൽ നടത്താനായിട്ട് തുടങ്ങി. അത് മാത്രമല്ല, ഈ പറയുന്ന ചൈന ഭരിച്ചിരുന്ന രാജാക്കന്മാർ എന്ന് പറയുന്നത് മഞ്ചു രാജവംശത്തിലുള്ളതാണ്, ക്യുങ് ഡൈനാസ്റ്റിയിലുള്ളവരാണ്. ഇവരും ഈ വിദേശ ഇടപെടലിനും ഇത്തരത്തിലുള്ള അവരുടെ ഒരു അമിതമായിട്ടുള്ള ഒരു ആധിപത്യത്തിനും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചതോടുകൂടി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പിന്നിൽ നിന്നുകൊണ്ട്, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മറഞ്ഞിരുന്നു കൊണ്ട് ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു കലാപം നടത്താനായിട്ട് ശ്രമിച്ചു. എന്തിനാണ്? ഈ വിദേശ ശക്തികളുടെ അമിതമായിട്ടുള്ള ഇടപെടലിന് എതിരെ, ചൈനയിലെ അമിതമായിട്ടുള്ള ഇടപെടലിനെതിരെ അല്ലെങ്കിൽ വ്യാപാര കുത്തക അവർ സ്ഥാപിക്കുന്നതിനെതിരെ, മറ്റു രാജ്യങ്ങൾ വ്യാപാര കുത്തക സ്ഥാപിക്കുന്നതിനെതിരെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ചൈനയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരു രഹസ്യ സംഘടന രൂപീകരിക്കുകയുണ്ടായി. ആ രഹസ്യ സംഘടന എന്ന് പറയുന്നത് 1900-കളിലാണ് ഒരു രഹസ്യ സംഘടന രൂപീകരിച്ചത്. ആ രഹസ്യ സംഘടന രൂപീകരിച്ച് അവരൊരു കലാപം അഴിച്ചുവിടുകയാണ് ചെയ്തത്. ആ കലാപത്തെ അറിയപ്പെടുന്നത് ബോക്സർ കലാപം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചില ഭരണാധികാരികളുടെ പിന്തുണ ഉണ്ടായിരുന്നു, ചൈനയിലെ തന്നെ ചില ഭരണാധികാരികളുടെ പിന്തുണ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു രഹസ്യ സംഘടന രൂപീകരിക്കുകയും 1900-കളിൽ മറ്റ് വിദേശ രാജ്യങ്ങളുടെ ആധിപത്യത്തിനെതിരായിട്ട് ചൈനയിൽ നടന്ന കലാപമാണ് ബോക്സർ കലാപം എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ബോക്സർ കലാപം എന്ന് വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ഇവരുടെ മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സർ കലാപം എന്ന് വിളിക്കാൻ കാരണം ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര എന്ന് പറയുന്നത്.
ഈ ബോക്സർ കലാപം പരാജയപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന വിദേശ ശക്തികളെല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ബോക്സർ കലാപത്തെ അട്ടിമറിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ചൈനീസ് വിപ്ലവത്തിനൊരു ഒരു എന്താണ് ശക്തി അല്ലെങ്കിൽ ഊർജം പകർന്ന ഒരു കലാപം കൂടിയാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്. ഇനിയാണ് ചൈനീസ് വിപ്ലവത്തിലേക്ക് വരുന്നത്. അപ്പൊ ചൈനീസ് വിപ്ലവം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഇത്തരത്തിൽ വിദേശ കമ്പോളങ്ങളും അതുപോലെ വിദേശീയരുടെ ശക്തിയൊക്കെ ചൈനയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പുറത്തൊക്കെ പോയി, പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി വിദേശ രാജ്യങ്ങളിൽ നിന്ന് എഡ്യൂക്കേഷൻ ഒക്കെ നേടിയിട്ട് ചൈനയിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത്തരത്തിൽ വന്നൊരു വ്യക്തിയാണ് ഡോക്ടർ സൻ യാൻസെൻ എന്ന് പറയുന്നത്. വിദേശ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ സൻ യാൻസെൻ. അപ്പോൾ 1911 ഡോക്ടർ സൻ യാൻസെന്നിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ, അതായത് ക്യുങ് രാജവംശത്തിനെതിരായിട്ട് ചൈനയിൽ വിപ്ലവങ്ങൾ നടക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന ചൈനീസ് വിപ്ലവങ്ങൾ എന്ന് പറയുന്ന പേരിൽ പിന്നീട് അങ്ങോട്ട് നടന്ന വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 1911 ഡോക്ടർ സൻ യാൻസെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരായിട്ട് നടന്ന വിപ്ലവങ്ങളാണ് ചൈനീസ് വിപ്ലവങ്ങളുടെ തുടക്ക വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സൻ യാൻസെന്നിനെയാണ്. അപ്പൊ സൻ യാൻസെന്നിനാണ് ചൈനീസ് വിപ്ലവ നേതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ചൈനീസ് വിപ്ലവത്തിന് ഒരു തുടക്കം കുറിച്ചതും പിന്നീട് അങ്ങോട്ടുള്ള വിപ്ലവങ്ങൾക്കെല്ലാം ഒരു തുടക്കം എന്നോണം 1911 മഞ്ചു രാജവംശത്തിനെതിരായി പോരാടിയതും ഈ പറയുന്ന സൻ യാൻസെൻ ആണ്. സോ അദ്ദേഹത്തെ ചൈനീസ് വിപ്ലവ നേതാവ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ പറയുന്ന സൻ യാൻസെൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. ഓക്കെ, ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരനായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റ് അല്ല ഈ പറയുന്ന സൻ യാൻസെൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നടന്ന ചൈനീസ് വിപ്ലവമാണ് സൻ യാൻസെന്നിന്റെ നേതൃത്വത്തിൽ 1911 നടന്നത്. അതായത് മഞ്ചു രാജവംശത്തിനെതിരായിട്ടും സാമ്രാജ്യ ശക്തികളെ പുറത്താക്കുക, അതുവഴി എന്ത് ചെയ്യുക, ആ ഒരു ജനാധിപത്യം വളർത്തിയെടുക്കുക, അതുപോലെ ഒരു ദേശീയത വളർത്തിയെടുക്കുക, അതുപോലെ സോഷ്യലിസം വളർത്തുക, മൂലധനത്തെ നിയന്ത്രിക്കുക, ഭൂമി എല്ലാവർക്കും തുല്യമായിട്ട് ലഭ്യമാക്കുക, ഇത്തരത്തിലുള്ള ആശയങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു നയം കൊണ്ടുവരിക എന്നൊക്കെ ഉള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന 1911 സൻ യാൻസെൻ എന്ത് ചെയ്തത്, പോരാടിയത്, മഞ്ചു രാജവംശത്തിനെതിരായിട്ട് പോരാടിയത് ഈ പറയുന്ന കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ്. അപ്പൊ 1911 ചൈനീസ് വിപ്ലവത്തോടെ ചൈനയിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന മഞ്ചു രാജവംശത്തിന്റെ രാജവാഴ്ചയ്ക്ക് എന്ത് ചെയ്തു, അവസാനം കുറിച്ചു. പിന്നീട് രാജവാഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പൊ 1911 ചൈനീസ് വിപ്ലവത്തിന്റെ ആദ്യപടി എന്നോണം ചൈനയിലെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു എന്ന് വേണം പറയാനായിട്ട്. തുടർന്ന് ഈ പറയുന്ന സൻ യാൻസെൻ തന്നെ ചൈനയിലെ ഭരണത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. ഈ പറയുന്ന 1911 ചൈനീസ് വിപ്ലവ സമയത്ത് സൻ യാൻസെൻ പോരാട്ടങ്ങൾ നടത്തി. അപ്പോൾ പോരാട്ടം നടത്തിയപ്പോൾ തുടർന്ന് 1912 സൻ യാൻസെന്നിന്റെ നേതൃത്വത്തിൽ ഈ പോരാട്ടത്തിൽ ഏർപ്പെട്ടവരെ എല്ലാവരെയും കൂടി ചേർത്ത് സൻ യാൻസെൻ ഒരു പാർട്ടി രൂപീകരിച്ചു. അതാണ് കുമിന്താങ് പാർട്ടി എന്ന് പറയുന്നത്. കുമിന്താങ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. ഈ പാർട്ടി എന്ന് പറയുന്നത് 1912 രൂപീകരിച്ചെങ്കിലും 1911 വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ എല്ലാവരെയും കൂടി ചേർത്താണ് ഈ കുമിന്താങ് പാർട്ടി രൂപീകരിച്ചത്. അപ്പൊ 1911 ബന്ധപ്പെട്ട പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കുമിന്താങ് പാർട്ടി എന്ന് പറയാം. പക്ഷെ പാർട്ടിയായിട്ട് അത് രൂപപ്പെട്ടതും ഈ പേര് സ്വീകരിച്ചതുമൊക്കെ 1912 മാത്രം. അപ്പോൾ ഈ പറയുന്ന ചൈനീസ് വിപ്ലവത്തോടു കൂടി രാജവാഴ്ചയ്ക്ക് അവസാനം കുറിക്കുകയും പിന്നീട് ചൈനയിൽ സൻ യാൻസെന്നിന്റെ നേതൃത്വത്തിലുള്ള കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചെടുക്കുകയും കൂടിയാണ് ചെയ്തത്. അപ്പോൾ സൻ യാൻസെൻ ഒരു ഭരണാധികാരിയായിട്ട് ചൈനയിലെ പിന്നീട് അങ്ങോട്ടുള്ള ഭരണാധികാരിയായിട്ട് മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സൻ യാൻസെന്നിനെ ആധുനിക ചൈനയുടെ സൃഷ്ടാവായിട്ട് കൂടി വിളിക്കാനായിട്ട് തുടങ്ങി. ആധുനിക ചൈനയുടെ സൃഷ്ടാവായി കണക്കാക്കുന്നത് സൻ യാൻസെന്നിനെയാണ്. പിന്നീട് സൻ യാൻസെൻ എന്ത് ചെയ്തു, ഭരണാധികാരിയായിട്ട് തുടരാനായിട്ട് തുടങ്ങി. തുടർന്ന് കുമിന്താങ് സെന്നിന് സൻ യാൻസെന്നിന് ഒരുപാട് നാള് എന്തായിട്ടിരിക്കാനായിട്ട് കഴിഞ്ഞില്ല, ഭരണാധികാരിയായിട്ട് ഇരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്തു, സൻ യാൻസെൻ ഭരണത്തിൽ നിന്ന് മാറി. അപ്പോൾ മാറിയ സമയത്ത് പിന്നീട് മറ്റൊരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് പഠിച്ചേക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു ഭരണാധികാരി വന്നു. ആ സമയത്ത് 1919 ചൈനയിൽ നടന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. അതാണ് മെയ് 4th മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ചൈനയിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പ്രക്ഷോഭമാണ്. അന്ന് ജപ്പാന്റെ സാമ്രാജ്യത്വ ശക്തിക്കെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് മെയ് 4th മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് ചൈനയിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ്. 1919 നടന്ന മൂവ്മെന്റ് ആണ്. ഇനി അതിനൊക്കെ ശേഷം വീണ്ടും സൻ യാൻസെൻ എന്ത് ചെയ്യുന്നുണ്ട്,
സെൻ യാൻസൻ ഭരണത്തിൽ വരുന്നുണ്ട്, ചൈനയിലെ ഭരണത്തിൽ വരുവാണ് ചെയ്യുന്നത്. എന്നാൽ സെൻ യാൻസൻ അത്തരത്തിൽ ഭരണത്തിൽ വന്നെങ്കിലും ചൈന അത്ര കണ്ട് പുരോഗതി പ്രാപിക്കുന്ന ഒരു നിലയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എത്തിയിരുന്നില്ല. സാമൂഹ്യവും സാമ്പത്തികപരവുമായിട്ടുള്ള ഒരു അരാജകത്വം ആ സമയത്ത് ചൈനയിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതേസമയം പാരലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യയിൽ ഈ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. റഷ്യയിൽ ലെനിന്റെ നേതൃത്വത്തിലുള്ള അധികാരങ്ങളൊക്കെ വരികയും അവിടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ മെച്ചപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ പറയുന്ന സെൻ യാൻസൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല ഇരുന്നിട്ട് കൂടിയും അദ്ദേഹം വിചാരിച്ചു ഈ പറയുന്ന റഷ്യയോട് സഹായം ചോദിക്കാം എന്നുള്ളൊരു നിലയിലേക്ക് സെൻ യാൻസൻ ചിന്തിച്ചു. അത്തരത്തിൽ അദ്ദേഹം റഷ്യയുടെ സഹായം തേടി. അതായത് റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ഈ പറയുന്ന ചൈന നേടുകയുണ്ടായി. അത്തരത്തിൽ നേടിയതിന്റെ ഫലമായിട്ട് 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ രൂപപ്പെടുകയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ചൈനയിലായിരിക്കുമല്ലോ. അപ്പൊ 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയാണ്. അപ്പോൾ സെൻ യാൻസൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നിട്ട് കൂടിയും ചൈനയുടെ വികസനത്തിനായിട്ട് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് സഹായം ചോദിക്കുകയും അത്തരത്തിൽ സഹായം ലഭ്യമായതിനെ തുടർന്ന് 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. അപ്പൊ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട്, ഒരു പ്രമുഖ നേതാക്കളിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നത് മാവോ സേത്തുങ് ആണ്. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതും അല്ലെങ്കിൽ ഒരു സ്ഥാപക നേതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതും മാവോ സേത്തുങ് ആണ്. അപ്പോൾ ഈ ആദ്യകാലങ്ങളിൽ ഈ കുമിന്താങ് പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പാർട്ടി ആയിരുന്നില്ല. നമുക്കറിയാലോ, സൻ യാൻസന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുമിന്താങ് പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുമിന്താങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുകൂലമായിട്ടുള്ള ഒരു പാർട്ടി ആയിരുന്നില്ല. എങ്കിൽ കൂടിയും ഈ പറയുന്ന കുമിന്താങ് പാർട്ടിയും ഈ പറയുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നല്ല രീതിയിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നത്. ആ സമയത്ത് 1925 സൻ യാൻസൻ എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. അപ്പൊ സൻ യാൻസന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഭരണ തലവനായിട്ട് വരികയാണ് ചെയ്തത്. ചിയാങ് കൈഷക് ഭരണത്തിന്റെ തലവനായിട്ട് വന്നു. അപ്പൊ ആദ്യകാലങ്ങളിൽ ഭരണം കിട്ടാനായിട്ട് ഈ പറയുന്ന ചിയാങ് കൈഷക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു എന്ത് ചെയ്തത്, പുലർത്തിയിരുന്നത്. ചിയാങ് കൈഷക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടും ബാക്കിയുള്ളവരുമായിട്ടും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു പുലർത്തിയിരുന്നത്. അപ്പോൾ ചിയാങ് കൈഷക് കുമിന്താങ് പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന ഭരണത്തിന്റെ തലവനായിട്ടൊക്കെ തന്നെ അന്ന് വന്നത്. അപ്പൊ ആദ്യകാലങ്ങളിൽ സഹകരണ മനോഭാവം ഉണ്ടായിരുന്നെങ്കിലും ഭരണത്തലവനായിട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന ചിയാങ് കൈഷക്കിന് ഈ സഹകരണം വലിയ രീതിയിൽ ഉണ്ടായില്ല. അതായത് കാര്യം കഴിഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് സഹകരണം വേണ്ട എന്ന് ചിയാങ് കൈഷക്ക് തീരുമാനിച്ചു. അപ്പൊ ചിയാങ് കൈഷക്ക് ചൈനയിൽ ഒരു ഏകാധിപത്യ ഭരണം, ഒരു സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി അത്തരത്തിലാണ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള സഹകരണം എന്ത് ചെയ്യും, ഇല്ലാതാകും. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പറയുന്ന ചിയാങ് കൈഷക്കുകളും തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ചിയാങ് കൈഷക്കിന്റെ ആ ഒരു ഭാഗങ്ങളും തമ്മിൽ ഇടയാനായിട്ട് തുടങ്ങി. ഈ ചിയാങ് കൈഷക്ക് ഒരു എല്ലാവർക്കും എതിർക്കുന്ന രീതിയിലുള്ള ഒരുപാട് തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള നയങ്ങൾ എന്ത് ചെയ്തു, കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അപ്പൊ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എതിർക്കുന്ന നയങ്ങളായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ചിയാങ് കൈഷക്ക് ഒരു രഹസ്യ സേനയ്ക്ക് രൂപം നൽകി. അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്നതിനായിട്ട് ചിയാങ് കൈഷക്ക് രൂപീകരിച്ച ഒരു രഹസ്യ സേനയെ അറിയപ്പെടുന്നത് ബ്ലൂ ഷർട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ബ്ലൂ ഷർട്ട്സ് എന്ന് പറയുന്ന പേരിൽ ഒരു രഹസ്യ സേനയെ ചിയാങ് കൈഷക്ക് രൂപീകരിച്ചു. എന്നാൽ ഈ പറയുന്ന ചിയാങ് കൈഷക്കിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരു രഹസ്യ സേനയെ അണിനിരത്തി. ആ സേനയ്ക്ക് അറിയപ്പെടുന്നത് എന്താണ്, ചുവപ്പ് സേന അഥവാ റെഡ് ആർമി എന്നാണ് അറിയപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു റെഡ് ആണ്, ചുവപ്പിന്റെ സേനയല്ലേ. അപ്പൊ അതുകൊണ്ട് അവര് രൂപീകരിച്ച, അതായത് ചിയാങ് കൈഷക്കിനെതിരെ പോരാടാനായിട്ട് രൂപീകരിച്ച ഒരു രഹസ്യ സേനയാണ് ചുവപ്പ് സേന അഥവാ റെഡ് ആർമി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള മാവോ സേതുങ് ആണ് ഇത്തരത്തിൽ ചുവപ്പ് സേനയ്ക്കൊക്കെ രൂപം കൊടുക്കാനായിട്ട് നേതൃത്വം നൽകിയത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിട്ട് മാവോ സേതുങ് ഉയർന്നു വരാനായിട്ട് തുടങ്ങി. അത്തരത്തിൽ ഈ പറയുന്ന ചിയാങ് കൈഷക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകളും സംഘർഷങ്ങളും നടന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് മനസ്സിലായി തങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തങ്ങളുടെ അവകാശങ്ങൾ, അധികാരങ്ങളൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അവർ എന്ത് ചെയ്തു, അവിടെ നിന്ന് സഞ്ചരിക്കാനായിട്ട്, യാത്ര പുറപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എന്ത് ചെയ്തു, ചൈനയിൽ നിലവിലുണ്ടായ സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് യാത്ര തിരിക്കാനായിട്ട് തുടങ്ങി.
ആക്ച്വലി ഈ പറയുന്ന ചിയാങ് കൈഷക് എന്ന് പറയുന്നതും കുമിതാങ് പാർട്ടിയോട് അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ കുമിതാങ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ആദ്യം അടുപ്പം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് അടുപ്പം ഇല്ലാതായി മാറിയല്ലോ. അപ്പൊ ആക്ച്വലി ചിയാങ് കൈഷക് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുമിതാങ് പാർട്ടി കൂടി ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ കുമിതാങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തത്, ഒരു യാത്ര തിരിക്കാം എന്ന് തീരുമാനിക്കുന്നത്. അവർ ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് എന്ത് ചെയ്യുന്നു, 1934 ഒക്ടോബർ 16 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 1934 ഒക്ടോബർ 16 കമ്മ്യൂണിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തില് കിയാങ്സിൽ നിന്ന്, അതായത് ചൈനയിലെ കിയാങ്സി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, കിയാൻസി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് യാത്ര തുടങ്ങുകയും ഇവര് ഈ യാത്ര അവസാനിപ്പിച്ച് 1935 ഒക്ടോബർ 20 ഷെൻസിയിൽ എത്തുവാണ്. ഷെൻസി അഥവാ യനാനിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ യാത്ര അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ചുമ്മാ ഇങ്ങനെ യാത്ര പോവുകയല്ല ഇവർ ചെയ്തത്. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാരാണ് ഇത്തരത്തിൽ യാത്ര തിരിച്ചത്. ഇപ്പൊ യാത്ര തിരിച്ച സമയത്ത് അവർ ഈ പല പ്രദേശങ്ങളിലേക്ക് എത്തുകയും അവിടെ ഈ പറയുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ഭൂമിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന കുമിതാങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പിടിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോരാട്ടം നടത്തി അതൊക്കെ വീണ്ടും തിരിച്ച് സാധാരണക്കാരായിട്ടുള്ള കർഷകരിലേക്ക് നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നു ഇവർ ഈ യാത്ര തിരിച്ചത്. അപ്പോൾ 1934 ഒക്ടോബർ 16 യാത്ര തിരിച്ചത്. 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ പറയുന്ന യാത്ര 1935 ഒക്ടോബർ 20 അവസാനിച്ചത്. ചൈനയിലെ കിയാങ്സിൽ നിന്ന് തുടങ്ങിയ യാത്ര ഷെൻസിയിലാണ്, യനാനിൻ അഥവാ ഷെൻസിൽ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ് അവസാനിച്ചത്. ഇത് ചൈനയുടെ ചരിത്രത്തിലെ തന്നെ, അല്ലെങ്കിൽ ചൈനീസ് വിപ്ലവ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു യാത്രയാണ്, നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. അതുപോലെ ഒരുപാട് വഴിത്തിരിവ് ഉണ്ടാക്കിയ ഒരു യാത്രയാണ് ഈ പറയുന്ന യാത്ര. ഇതിനെ അറിയപ്പെടുന്നത് ലോങ് മാർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ചൈനീസ് വിപ്ലവം പറയുമ്പോൾ ലോങ് മാർച്ച് പറയാതെ നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു യാത്ര ചൈനയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു യാത്രയായിരുന്നു ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിനെ അറിയപ്പെടുന്നത് ലോങ് മാർച്ച് ആണ്. ഇതിന് നേതൃത്വം നൽകിയത് മാവോ സേതുങ് ആണ്. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവെന്നറിയപ്പെടുന്ന, ആദ്യ നേതാവെന്നറിയപ്പെടുന്നത് മാവോ സേതുങ് ആണ്. അപ്പൊ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലാണ് ഈ ലോങ് മാർച്ച് നടന്നത്. അതുപോലെ തന്നെ ഈ മാവോ സേതുങ്ങിനെ പറ്റി പറഞ്ഞാൽ പീപ്പിൾ റിപ്പബ്ലിക്കിന്റെ അംഗമായിരുന്ന, അതായത് ജനകീയ റിപ്പബ്ലിക്കിന്റെ അംഗമായ ഒരു വ്യക്തിയാണ് മാവോ സേതുങ് എന്ന് അറിയപ്പെടുന്നത്. അധികാരം തോക്കിൻകുഴലിലൂടെ, അതുപോലെ തന്നെ 100 പൂക്കൾ വിരിയട്ടെ, 100 ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞതും മാവോ സേതുങ് ആണ്. 100 പൂക്കൾ വിരിയട്ടെ, 100 ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞത് മാവോ സേതുങ് ആണ്. അധികാരം തോക്കിൻകുഴലിലൂടെ അല്ലെങ്കിൽ വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്ന് പറഞ്ഞത് മാവോ സേതുങ് ആണ്. പീപ്പിൾ റിപ്പബ്ലിക്കിന്റെ അംഗം കൂടിയാണ് മാവോ സേതുങ് എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇത്തരത്തില് ലോങ് മാർച്ചിനൊക്കെ ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു 1937 ഒക്കെ ആയപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചൈനയും ജപ്പാനും തമ്മിൽ യുദ്ധങ്ങൾ നടന്നു. അപ്പൊ 1937 ചൈനയും ജപ്പാനും തമ്മിൽ യുദ്ധം നടക്കുന്ന ഒരു സമയം. അപ്പൊ ആ സമയത്ത് ചൈന ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിതാങ് പാർട്ടിയും വെവ്വേറെ നിന്ന് കഴിഞ്ഞാൽ ജപ്പാനെതിരെ പോരാടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കുമിതാങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അതായത് കുമിതാങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി ജപ്പാനെതിരെ ഒരുമിച്ച് സംയുക്തമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം നടന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വീണ്ടും കുമിതാങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകളും വീണ്ടും രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞ് അവർ ശത്രുക്കളായി തന്നെ തുടരാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഈ സമയം ചൈനീസ് നേതാവായ മാവോയുടെ നേതൃത്വത്തിൽ ചുവന്ന സേന, അതായത് റെഡ് ആർമി ഉണ്ടെന്ന് പറഞ്ഞു. മാവോയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ആർമിയാണ് റെഡ് ആർമി, അതായത് ചുവന്ന സേന. ഈ ചുവന്ന സേന കുമിതാങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കുകയും തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ എന്ത് ചെയ്തു, രാഷ്ട്രീയമായിട്ട് അഭയം തേടുകയും ചെയ്തു. അതായത് ചിയാങ് കൈഷക് പിന്നീട് തങ്ങൾക്ക് ഈ കുമിതാങ് പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ചിയാങ് കൈഷക് തായ്വാനിൽ എന്ത് ചെയ്തു, ഒരു രാഷ്ട്രീയ അഭയം തേടുന്നതിലേക്ക് പോയി. അതോടുകൂടി കുമിതാങ് പാർട്ടി അവസാനിച്ചു. അതായത് കുമിതാങ് പാർട്ടിയുടെ കേന്ദ്രം ചുവന്ന സേന കൈക്കലാക്കി. അതോടുകൂടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയുടെ അധികാരം എന്ത് ചെയ്തു, പിടിച്ചെടുത്തു. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ റിപ്പബ്ലിക് ആയിട്ട് മാറുകയാണ്. 1941 ഒക്ടോബർ 1 ചൈന ജനകീയ റിപ്പബ്ലിക് ആയിട്ട് മാറുകയാണ്. ആരുടെ നേതൃത്വത്തിൽ? മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയിട്ട്, പീപ്പിൾസ് റിപ്പബ്ലിക് ആയിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാവോ സേതുങ് ആണ് പീപ്പിൾസ് റിപ്പബ്ലിക്, അതായത് ജനകീയ റിപ്പബ്ലിക്കിന്റെ നേതാവെന്നാണ് മാവോ സേതുങ്ങിനെ
അറിയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ 1949 ഒക്ടോബർ 1 ചൈന ജനകീയ റിപ്പബ്ലിക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലൊരു സോഷ്യലിസ്റ്റ് വാഴ്ച കൊണ്ടുവരികയാണ് മാവോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ ചെയ്തത്. അപ്പോൾ ഇതാണ് ചൈനീസ് വിപ്ലവത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരൊറ്റ ക്ലാസ് തന്നെ ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള PSC ഓറിയൻറ്റഡ് ആയിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ SCRT NCRT ടെസ്റ്റുകളിലുള്ള എല്ലാ ഫാക്ട്സുകളും ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ പറയുന്ന ചൈനീസ് വിപ്ലവത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്ത വീഡിയോസുമായിട്ട് കാണാം. താങ്ക്